ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ യഥാർത്ഥ ലൈറ്റ് ഒന്നും അല്ല കേട്ടോ ഗൈസ്. അത് മറ്റേ PNG ഉണ്ടല്ലോ, ക്രോമിൽ PNG ട്രാൻസ്പെറൻ്റ് ആയിട്ട് PNG ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാണ് ഗൈസ്. അപ്പോൾ ഇത് കൊള്ളാമോ ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെയാണ് ടോൺ എഡിറ്റിംഗ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കീബോർഡ്സിലൊക്കെ ടോൺ എഡിറ്റിംഗ് ചെയ്യുന്നത് മിക്സിംഗ് പരമായും ഒക്കെ നല്ല അറിവുള്ളവർ തന്നെയാണ്. പക്ഷേ ഞാൻ കുറച്ച് ടോൺസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഒന്ന് നിങ്ങൾ കണ്ട ശേഷം അതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ഗൈസ്, നമുക്ക് വീഡിയോ ഇട്ടു. അപ്പോൾ ഗൈസ്, ഒരു എൻ്റെ കയ്യിലൊരു 6 ബാങ്ക് ഉണ്ട്. 6 ബാങ്കിലും 8 ടോൺസ് വീതമുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഫസ്റ്റ് ബാങ്കിൽ ആദ്യത്തെ ടോൺ എന്ന് പറയുന്നത് മണ്ടോളിനാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യുന്ന വിധം, ഈ ടോൺസൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നൊക്കെ, ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്തതെന്നൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഓരോ എപ്പിസോഡിൽ ഓരോ ടോൺ നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ടോൺസിൻ്റെ റിവ്യൂ ആണെന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് മണ്ടോളിൻ്റെ എടുത്തു. രണ്ടാമത് ലേഡ് സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. അടുത്തതായി ബോളിവുഡ് വൈബ്രഫോൺ. അടുത്തതായി ഹാർമോണിയം. അടുത്തതായി സ്വീറ്റ് അക്കോർഡിൻ ആണ്. അടുത്തതായി ടെമ്പിൾ ബെൽസ്. അടുത്തതായി വയലിൻ. അടുത്തതായി ഡബിൾ ലെയർ പിയാനോ. ഗൈസ്, എൻ്റെ സെക്കൻഡ് ബാങ്കിൽ ഫസ്റ്റ് ടോൺ എന്ന് പറയുന്നത് EP, അതായത് സ്റ്റീരിയോ ഈ പിയാനോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അടുത്ത് ബെൽ. അപ്പോൾ അടുത്തത് ഹാർമോണിക്ക എന്ന് പറയുന്നത് ഒരു ടോണാണ്. അത് കേൾക്കാം. അടുത്തതായി ഇറ്റാലിയൻ അക്കോർഡിൻ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഗോസ്പൽ ഓർഗൻ, അതായത് മറ്റേ ചർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് നിങ്ങൾ പലയിടത്തും കേട്ടാണ് ഈ ഒരു ടോണ്. അടുത്തതായി സ്ട്രിങ്സ്. അടുത്തതായി സ്മോൾ അക്കോർഡിൻ. അടുത്തതായി ഫോക്ക് ഗിറ്റാറാണ്.
അടുത്തതായി ആംബിയൻസ് ഗിറ്റാർ. അടുത്തതായി 1 ലെയർ പിയാനോ. അടുത്തതായി 12 സ്ട്രിംഗ് ഗിറ്റാർ. അടുത്തതായി നൈലോൺ ഗിറ്റാർ. അടുത്തതായി ക്രഷ് ഗിറ്റാർ. ഒരു ഗിറ്റാറിന്റെ പേരാണ് കേട്ടോ ഗൈസ്. അടുത്തതായി ഓവർഹെഡ് ഗിറ്റാർ, ലീഡ് ഗിറ്റാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അടുത്തതായി ലീഡ് ഫ്ലൂട്ട് ആണ് ഗൈസ്. അടുത്തതായി ഷെനായ്. അടുത്തതായി സാക്സോഫോൺ ആണ്. ഇപ്പൊ എന്റെ 4th ബാങ്കായി. 4th ബാങ്കിൽ ആദ്യത്തെ ടോണാണ്. അടുത്തതായി ട്രംപറ്റ്. അടുത്തതായി ബ്രാസ്, ഷേക്ക് ബ്രാസ്. അടുത്തതായി ഡേസി ക്ലാർനെറ്റ്. ക്ലാർനെറ്റ് ആണ്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഡേസി ക്ലാർനെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ക്ലാർനെറ്റ് ആണ് ഗൈസ് കാണാം. അടുത്തതായി ട്രോംഫോൺ. അടുത്തതായി ബാരറ്റോൺ സാക്സ്. സാക്സോഫോൺ ആണ്. ബാരറ്റോൺ അതൊരു ലോ ഫ്രീക്വൻസി സാക്സോഫോൺ. അടുത്തത് ഗ്രൗൾ ടെനോർ സാക്സ്. അടുത്തതായി ഹോൺ സെഷൻ. ഗൈസ് അടുത്തതായിട്ട് വരുന്നത് ഹോൺസ് പ്ലസ് സ്ട്രിങ്സ്. അതായത് ഒരു ഓർക്കസ്ട്രേഷന്റെ ഒരു ടോണാണ്. അപ്പൊ ഗൈസ് അടുത്തതായിട്ട് പാൻ ഫ്ലൂട്ട്. അടുത്തതായി ടോക്കിംഗ് ലീഡ്. അതായത് മറ്റേ സിന്ത് ലീഡാണ്. ടോക്കിംഗ് ലീഡ് ഒരു വെറൈറ്റിക്ക് വേണ്ടി പറഞ്ഞ ആ ടോൺ അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് അടുത്തതായി പോർട്ടമെന്റോ ലീഡ്. അപ്പോൾ ഗൈസ് ഈ ടോൺ നമുക്ക് ഫ്യൂഷനിലൊക്കെ നല്ല പക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
അടുത്തതായി ഹവായി ഗിറ്റാർ, ഹവായിയൻ ഗിറ്റാർ. അടുത്തതായി ട്യൂറ്റി റീഡ്. അടുത്തതായി സോളിഡ്. അടുത്തതായി മൂൺ പാഡ്സ് ആണ്. അപ്പോൾ ഗൈസ് എൻ്റെ 5ാമത്തെ ബാങ്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 6ാമത്തെ ബാങ്കിൽ ലാസ്റ്റ് ബാങ്കാണ് ഗൈസ്. അതിലെ ഫസ്റ്റ് ടോൺ എന്ന് പറയുന്നത് ബിഗ് ലീഡ്. അപ്പോൾ ഗൈസ് അടുത്ത ടോൺ എന്ന് പറയുന്നത് ഒബോയ്. അടുത്തത് സന്തൂർ. അടുത്തത് സന്തൂർ ഡ്രില്ല്. അതും ഏകദേശം സന്തൂർ പോലെ, പക്ഷെ അതിന് ഡ്രില്ല് അത് ഗ്ലാസ് പോലത്തെ എഫക്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനെ ഡ്രില്ലിംഗ് എന്നാക്കിയത്. സന്തൂർ പ്ലസ് ഡ്രില്ലിംഗ്, ആ ഒരു ഗ്ലാസ് എഫക്റ്റ്. അപ്പോൾ ഗൈസ് അടുത്തതായി നാദസ്വരമാണ്. അപ്പോൾ ഗൈസ് അടുത്തതായി ഗിറ്റാർ സ്ലൈഡ്, അതായത് പോർട്ടമെന്റോ ഗിറ്റാർ എന്ന് പറയും. സ്ലൈഡൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് അടുത്തത് സിത്താർ. അപ്പോൾ ഗൈസ് ലാസ്റ്റ് ടോൺ എന്ന് പറയുന്നത് ലീഡ് ഫ്ലൂട്ട് 2. ഈ വീഡിയോയിൽ ഞാൻ 2 ഫ്ലൂട്ട് ആണ്. ആദ്യം ഒരു ലീഡ് ഫ്ലൂട്ട്, ഇപ്പോൾ ലീഡ് ഫ്ലൂട്ട് 2. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെൽ ബട്ടൺ ഓൺ ആക്കണം, ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.